Hello students, we have derived the function g1 closed sets b2 c2 and by horizontal lemma the function f2 and the result modulus of fx minus f1x minus f2x less than or equal to 4/9. Last result ne പറ്റി സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വേണേൽ പറഞ്ഞു തരാം. fx minus f1x എന്ന് പറയുന്നത് g1x ആണ്. f2x മൈനസ് 2/9 2/9 ഡിഫൈൻ ചെയ്തിരിക്കുന്ന b2ലും c2ലും ആണ്. അപ്പോൾ ആദ്യം നമ്മൾ b2ൽ ആലോചിക്കുന്നു. b2 ഏതാ? g1 ഇൻവേഴ്സ് ഓഫ് മൈനസ് 2/3 2/9. അത് ആദ്യം കാണുന്ന ക്ലോസ്ഡ് ഇന്റർവൽ പച്ച നടത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ g1ന്റെ വാല്യൂ മൈനസ് 2/3 നിൽക്കും 2/9 അടിക്കും. g1ന്റെ വാല്യൂ fx മൈനസ് f1 ഓഫ് x ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി f2x കൂടെ കുറച്ചാൽ മതിയല്ലോ. f2x മൈനസ് 2/9 കിട്ടും. എപ്പോഴും ഇവിടെ f2x മൈനസ് 2/9 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും വലുതാകുന്നത് മൈനസ് 2/3യും മൈനസ് 2/9 അല്ല, f2x മൈനസ് 2/9. ഇവിടെ കിടക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് fx മൈനസ് f1x അല്ലെങ്കിൽ g1xന്റെ വാല്യൂ ആണ്. അപ്പോൾ മൈനസ് 2/3യും മറ്റേത് എപ്പോഴും മൈനസ് 2/9ഉം അത് തമ്മിലുള്ള വ്യത്യാസം. മൈനസ് 2/3യും മൈനസ് 2/9ഉം തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ പറയുക. fx മൈനസ് f1x അല്ലെ g1xന്റെ വാല്യൂ അതാണ് ആദ്യം എഴുതുന്നത് മൈനസ് 2/3യും അടുത്ത വാല്യൂ ഏതാ? f2xന്റെ വാല്യൂ b2ലാണ് നമ്മൾ ആലോചിക്കുന്നത്. f2xന്റെ വാല്യൂ മൈനസ് 2/9. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ്. അപ്പോൾ മൈനസ് 2/3 നമുക്ക് 9 ഡിനോമിനേറ്റർ ആണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 6/9 പ്ലസ് 2/9 എന്നായി. അത് മൈനസ് 4/9. and we take the modulus, it is നമ്മൾ അതിൽ ഏറ്റവും ഡിഫറൻസ് ഉള്ള സ്ഥലമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് മൈനസ് 4/9. അതേസമയം c2 എടുക്കുമ്പം c2ൽ g1ന്റെ വാല്യൂസ് എങ്ങനെയാ കിടക്കുക? g1 ഇൻവേഴ്സ് ഓഫ് 2/9 2/3. ഈ രണ്ടാമത്തെ പച്ച നിറത്തിലുള്ള ഇന്റർവലാണ് നമ്മളുടെ c2. ഇതാണ് c2. അവിടെ g2xന്റെ വാല്യൂ ഡിഫറൻസ് മാക്സിമം വരാൻ പോകുന്ന അങ്ങേയറ്റത്താണ് നമുക്കറിയാം. g2xന്റെ വാല്യൂ 2/3യും പിന്നെ f2xന്റെ വാല്യൂ എന്നാ 2/9ഉം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. 2/3 മൈനസ് 2/9 അത് 6/9 മൈനസ് 2/9 4/9 എന്നാവും. ദ മോഡുലസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9. മറ്റുള്ളിടത്തെല്ലാം f2xന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് 4/9 താഴെയുള്ള വാല്യൂസ് ഇനി മുമ്പ് കണ്ട നടുക്കാണേലും ഈ അറ്റത്താണേലും ഒക്കെ അങ്ങനെ വരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് 4/9 താഴെയാണ് എന്ന് നമ്മൾ റിസൾട്ട് എടുക്കും. ഈ വാല്യൂസിനൊക്കെ പ്രത്യേകതയുണ്ട്. മൈനസ് 1/3 വന്ന പൊസിഷനിൽ നമ്മൾ 2/9 മൈനസ് 2/9 2/9 എന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2/3 വന്ന പൊസിഷനിൽ ഇപ്പോൾ 4/9 ആണ് വന്നിരിക്കുന്നത്. എഫിന് പകരം പുതുതായിട്ട് കൊണ്ടുവന്ന ഫംഗ്ഷനാണ് g1. f1ന് പകരം കൊണ്ടുവന്ന ഫംഗ്ഷനാണ്, അതാണ് f1 എന്ന് വിളിക്കാത്തത്. f1ഉം ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെയുണ്ട്. ഇതിനെ സ്റ്റെപ്പ് 1 എന്ന് പറയാം. ഈ എഴുതിയതിന് പച്ചമഷിക്ക് എഴുതിയേക്കുന്നതിന് സ്റ്റെപ്പ് 2 എന്ന് പറയാം. ഇനി അതിന്റെ സ്റ്റെപ്പ് 3യിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഫങ്ഷൻസിനെയും അവസാനം പറഞ്ഞ റിസൾട്ടിനെയും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? പുതിയ ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പുതിയ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ f പോലെ g1 പോലെ പുതിയ ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. പുതിയ ഫംഗ്ഷനെ നമുക്ക് അങ്ങനെ g2 എന്ന് വിളിക്കാം. g2 ഈസ് ഫ്രം എല്ലാം എയിൽ നിന്നാണ്. f ഫ്രം a to ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1 അടുത്തത് മൈനസ് 2/3 2/3 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ. അതെവിടെ നിന്നാ വന്നേ? ആദ്യത്തെ സ്റ്റേജിലെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 നടത്തി. രണ്ടാമത്തെ സ്റ്റേജിലെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ എവിടേക്കായിരിക്കും നമ്മൾക്ക് പറയേണ്ടത്? ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 4/9 നമുക്ക് പറയേണ്ടത്. ഇതാണ് പാറ്റേൺ. അങ്ങനെയാണ് g2 ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. g2x എന്നാണ് എന്ന് നമുക്ക് എഴുതാം. g2 of x ഈക്വൽ ടു മുമ്പേ g1 വന്നത് എങ്ങനെയാ? ഈ മോഡുലസിന്റെ അകത്ത് വന്നതാണ് g1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മോഡുലസിന്റെ അകത്ത് വന്നതാണ് ഇപ്പോഴത്തെ g2. f of x മൈനസ് f1 of x അത് g1x ആണ് മൈനസ് f2 of x എന്നുള്ളതായിരിക്കും നമ്മളുടെ g2 of xന്റെ ഡെഫിനിഷൻ. ഇനി പഴയതുപോലെ ആർഗ്യുമെന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ g2ന് ഉപയോഗിച്ചാൽ നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഹ്യൂറിസോൺസ് ലെമ്മ വഴി കിട്ടും. ദാറ്റ് ഈസ് f3.
f3 is defined from x2 എങ്ങോട്ടായിരിക്കും ക്ലോസ്ഡ് ഇന്റർവെൽ. നമുക്ക് പുതിയ വാല്യൂസ് 0ക്കും 1നും പകരം സെറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഇവിടെ -1/3 1/3, അത് കഴിഞ്ഞത്തെ സ്റ്റേജിൽ -2/9 2/9. ഇനി എന്തായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്? -2/9 2/9. -2/3യിലേക്ക് G1 പറഞ്ഞപ്പോഴാണ് -2/9 2/9 പറഞ്ഞത്. ഇപ്പോൾ നമ്മളുടെ G2 പറഞ്ഞിരിക്കുന്നത് -4/9 4. -1 1ൽ -1/3 1/3. അതാണ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്. -2/3 2/3യിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ -2/9 2/9. ഇപ്പൊ നമ്മൾ -4/9 4/9ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. /3 ആണ് നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂ. അപ്പോൾ -4/27 ഇവിടുന്ന് -4/27 4/27 എന്ന്. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. f3 from x2 -4/27 to 4/27 such that f3 of x equal to -4/27 for all x element of b3 g2xന്റെ വാല്യൂ -4/9 താഴെയുള്ള പോയിന്റ്സ് ആയിരിക്കും. c3 g2xന്റെ വാല്യൂ 4/9 താഴെയുള്ള പോയിന്റ്സ് ആയിരിക്കും. സിമിലർലി എന്ന് പറയുന്നുള്ളൂ. സിമിലർലി v3 ആൻഡ് c3 ക്യാൻ ബി ഡിഫൈൻഡ് എന്ന് പറഞ്ഞാലും മതി. ഇനിയിപ്പോൾ നമുക്ക് പ്രാധാന്യമുള്ള റിസൾട്ട് f3 വാല്യൂ പറയുന്നത് പോലും പ്രാധാന്യമില്ല. f3 b3യിൽ -4/27 c3യിൽ 4/27 ആണെന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ആൻഡ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ, ഈ റിസൾട്ടാണ് നമുക്ക് പ്രാധാന്യം. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് f1 ഓഫ് എക്സ് മൈനസ് f2 ഓഫ് എക്സ് മൈനസ് പുതിയ ഫംഗ്ഷൻ വന്നു f3 ഓഫ് എക്സ്. അല്ലെങ്കിൽ അതുവരെയുള്ളത് fx മൈനസ് f1x മൈനസ് f2x ആണല്ലോ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന g2xന്റെ ഡെഫിനിഷൻ. ഈ കൊടുത്തിരിക്കുന്ന g2xന്റെ ഡെഫിനിഷൻ g2 of x മൈനസ് പുതിയ ഫംഗ്ഷൻ f3x എന്ന് അതിനെ മനസ്സിലാക്കണം. അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്നാ പറയാൻ പോവാ? ഇവിടെ 2/3യിലും താഴെ, ഇവിടെ 4/9ലും താഴെ. നിങ്ങൾക്ക് അതിനെ അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. 2/3 4/9 2 4 വന്ന സ്ഥിതിക്ക് അടുത്തത് 6 അല്ല, 2ന്റെ പവേഴ്സ് ആണ് 8 ആയിരിക്കും. 8 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? താഴെ വരുന്നത് 3 സ്ക്വയർ 3 ക്യൂബ് 27 എഴുതാം. അല്ല, ഇവിടെ വന്നിരിക്കുന്നത് 4/27 ആണ്. അതിന്റെ രണ്ടും കൂടെ 2/9 വന്നപ്പോൾ 4/9. ഇവിടെ 4/27 വരുമ്പോൾ 8/27 എന്ന് ആലോചിക്കാം. അല്ല, ഈ പാറ്റേൺ നോക്കുക. 2/3 4/9. 2 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കുക മോഡുലസിന്റെ റിസൾട്ട് കിട്ടാൻ. x മൈനസ് f1 x മൈനസ് f2 x മൈനസ് f3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8/27 എന്ന് കിട്ടി. ഈ 3 സ്റ്റേജിലായിട്ട് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഇനി ഒരു ജനറൽ ഫോമിലേക്ക് മാറ്റാൻ പോവുകയാണ്. ജനറലൈസേഷൻ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് f1 യൂറിസോൺസ് ലെമ്മ വഴി കിട്ടി, ഇവിടെ f2 കിട്ടി, ഇവിടെ f3 കിട്ടി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് f1 f2 f3 കിട്ടിയതുപോലെ ഇഷ്ടം പോലെ പറയാം. ഈ ഇന്റർവെൽ അടുത്താവുന്നേ ഉള്ളൂ. ആദ്യം വന്നത് -1/3 1/3, പിന്നെ -2/9 2/9, -4/27 4/27. അത് തീരത്തൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും ജനറലൈസേഷൻ? എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ്. ജനറലൈസേഷൻ അതാണ്. വി ഗെറ്റ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് f1 f2 f3 അങ്ങനെ എഴുതുന്നത്. സീക്വൻസ് fn സാറ്റിസ്ഫൈങ് certain conditions. f1 യൂറിസോൺസ് ലെമ്മ, f2 ഫ്രം യൂറിസോൺസ് ലെമ്മ, f3 ഫ്രം യൂറിസോൺസ് ലെമ്മ. എക്സ് സ്പേസ് നോർമൽ ആണ്. അതിന്റെ സബ്സെറ്റ്സ് b1ഉം c1ഉം b2ഉം c2ഉം b3ഉം c3ഉം. അവരെ നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ അപ്ലൈ ചെയ്യാൻ യൂറിസോൺസ് ലെമ്മ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തതാണ് കാണുന്നത്. സോ ഓൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഒന്നാമത്തെ കാര്യം അതാണ്. എല്ലാ fnഉം കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, f1xന്റെ വാല്യൂ -1/3 1/3 വന്നു. f2xന്റെ വാല്യൂ അപ്പോൾ -2/9 2/9 വന്നു. f3xന്റെ വാല്യൂ ഇത് വരും -4/9 -4/27 4/27 വാല്യൂസ് വരും. അപ്പൊ അങ്ങനെ പോയാൽ fnxന്റെ വാല്യൂ വരാൻ പോകുന്നത് fnx ഈക്വൽ ടു അവിടെ അല്ല, ജനറൽ വരുമ്പോൾ f1xന്റെ വാല്യൂ -1/3 1/3, f2xന്റെ -2/9 2/9, f2 വന്നപ്പോൾ 3യുടെ പവർ
സെക്കൻഡ് ആണ്. F3 വന്നപ്പോൾ 3യുടെ പവർ താഴെയാണ്. അപ്പോൾ Fnxന് വരാൻ പോകുന്ന വാല്യൂ താഴെ എന്താണ് എന്ന് തീരുമാനമായി. F1 ആയപ്പോൾ താഴെ 3, F2 ആയപ്പോൾ താഴെ 3², F3 ആയപ്പോൾ 3⁻3, Fn ആകുമ്പോൾ അപ്പോൾ 3⁻n. പക്ഷെ പൊക്കത്തിൽ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉള്ളൂ. 2⁻0, 1, 2⁻1, then 2². അപ്പോൾ അവിടെ ഒന്ന് കുറവാണ്. ഇവിടെ പറയുമ്പോൾ 2⁻n-1. പൊക്കത്തിൽ 2ന്റെ പവേഴ്സും താഴെ 3യുടെ പവേഴ്സും ആണ്. Fnxന്റെ കാര്യം വരുമ്പം Fnx നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും ഒരേ വാല്യൂസിന്റെ വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ മതിയല്ലോ, മോഡുലസ് ഓഫ് Fnx ഈക്വൽ ടു തന്നെ വേണമെങ്കിൽ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാന്നുള്ളൂ. ഇങ്ങനെ രണ്ട് വാല്യൂസ് എടുക്കത്തുള്ളൂ, എന്നാലും ഇങ്ങനെയാണ് റിസൾട്ട് എഴുതിയേക്കുന്നത്. either -2⁻n-1 divided by 3⁻n or 2⁻n-1 by 3⁻n, or we can write modulus of Fnx less than or equal to 2⁻n-1 by 3⁻n. For all F1 ഇത് അപ്ലൈ ചെയ്താൽ ശരിയാണ്. For all n element of n and for all x element of x and for all x element of x. ഇതിനൊന്നും നമ്മൾ പ്രത്യേകത ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് പോയിന്റിലാണെങ്കിലും ഏത് സീക്വൻസിൽ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഈ റിസൾട്ട് ശരിയാണ്. ഇനി മൂന്നാമതൊരു റിസൾട്ട്, അത് നമ്മൾ എല്ലായിടത്തും അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന മോഡുലസ് ഓഫ് Fx മൈനസ് F1x, മോഡുലസ് ഓഫ് Fx മൈനസ് F1x മൈനസ് F2x, മോഡുലസ് ഓഫ് Fx മൈനസ് F1x മൈനസ് F2x മൈനസ് F3x. അപ്പോ ഇത് മൂന്നാമത്തെ സ്റ്റേജിൽ F3 പറയുമ്പോൾ, അപ്പോ Fn പറയുന്ന സ്റ്റേജ് സീക്വൻസ് Fn പറയുന്ന സ്റ്റേജിൽ മോഡുലസ് ഓഫ് Fx മൈനസ് F1x മൈനസ് F2x എക്സെട്ര Fnx, F1x, F2x, Fnx വരെ സബ്ട്രാക്ട് ചെയ്യണം. അതങ്ങനെ എഴുതിയാൽ നമ്മുടെ സ്പേസ് പോകും. അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്സ് അല്ലെ സമ്മേഷൻ നൊട്ടേഷൻ ഉപയോഗിക്കാം. സിഗ്മ i ഈക്വൽ ടു 1 to n fi of x. അപ്പോൾ F1x, F2x, Fnx സബ്ട്രാക്ട് ചെയ്യും. ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാ കിട്ടുന്നത്, ആദ്യത്തത് 2/3, രണ്ടാമത്തത് 4/9, അടുത്തത് 8/27. ഇവിടെയുള്ള വിഷമം ഇവിടെ അങ്ങ് തീർന്നോളൂ. 1ന് ന്യൂമറേറ്ററിൽ 2ന്റെ പവർ 1, 3യുടെ പവർ 1. 2ന് സെക്കൻഡ് സ്റ്റേജിൽ F2 വരുമ്പോൾ 4/9, 2²/3². മൂന്നാമത്തെ F3 വരുമ്പം 2³ 3³. അപ്പോൾ Fn വരുന്ന കേസിൽ അതെന്താവും, 2⁻n ഡിവൈഡഡ് ബൈ 3⁻n എന്നാവും. ഡിഫൈനിങ് ഫംഗ്ഷൻസ് F തന്നിട്ടുണ്ട്. പിന്നെ G1, G2, G3 എന്ന് പറഞ്ഞ് ഇതുപോലെ നമ്മൾ ഫംഗ്ഷൻസ് ആ ലോജിക്കിൽ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ക്ലോസ് ദ സെറ്റ്സ് യൂസിങ് ദാറ്റ് ഫംഗ്ഷൻസ് BICI അല്ലെ BNCN ക്ലോസ്ഡ് സെറ്റ്സ് ഡിഫൈൻ ചെയ്യണം. Then applying Urysohn's lemma we obtain a sequence of functions Fn satisfying, ഇവിടെ 3 സ്ഥലത്ത് കണ്ടതനുസരിച്ച് നമുക്കതിനെ Fn വേണ്ടി ജനറലൈസ് ചെയ്യാം. സാറ്റിസ്ഫൈങ് ഈ ഫംഗ്ഷൻ വന്നത് യൂറിസോൺസ് ക്യാരക്ടറൈസേഷൻ വഴിയാണ്, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സാറ്റിസ്ഫൈങ് 1 Fn കണ്ടിന്യൂസ്. രണ്ടാമത്തത് 2 വാല്യൂസ് Fnx എടുക്കത്തുള്ളൂ. പിന്നെ Fnx മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ എഴുതുന്നു. -1/3, 1/3, -2/9, 2/9, -4/27, 4/27. 2ന്റെ പവർ ഒന്ന് കുറവാണ്, 2⁻n-1 മോഡുലസ് മൈനസ് എഴുതുന്നില്ല. 2⁻n-1 by 3⁻n for all n element of n and for all x element of x. തേർഡ് വൺ നമ്മൾ എല്ലാ സ്റ്റേജിലും പറഞ്ഞു നിർത്തിയ റിസൾട്ട് മോഡുലസ് ഓഫ് Fn വരുമ്പോൾ f of x മൈനസ് F1x മൈനസ് F2x എക്സെട്ര മൈനസ് Fnx എന്ന് എഴുതണം. എഴുതാൻ ലാഭത്തിന് ചുരുക്കി എഴുതുന്നു. f of x മൈനസ് സിഗ്മ i ഈക്വൽ ടു 1 to n fi(x). അതിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2⁻1 by 3⁻1, 2⁻2 by 3⁻2, 2⁻3 by 3⁻3, സിമിലർലി 2⁻n by 3⁻n. അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്ത് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങളുടെ റിസൾട്ട് 1ഉം റിസൾട്ട് 2ഉം കൺവേർജൻസ് ഓഫ് സീക്വൻസിന്റെ യൂണിഫോം കൺവേർജൻസ്, പോയിന്റ് വൈസ് കൺവേർജൻസ്, അതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കി വെക്കുക ഈ വീഡിയോയ്ക്ക് ശേഷം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ജനറലൈസേഷനിൽ നിന്ന് ആ റിസൾട്ടുകളും ഡെഫിനിഷൻസും ഒക്കെ ഉപയോഗിച്ചൊരു കൺക്ലൂഷനിൽ എത്തണം. അപ്പോൾ നമ്മളുടെ ഈ തിയറം തീരും. ഈ തിയറം ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആവുന്നുള്ളൂ. അത് റിയൽ ലൈനിലേക്ക് വരുന്നതാണ് നമ്മളുടെ ടീസ് ക്യാരക്ടറൈസേഷന്റെ നെസസറി പാർട്ടിന്റെ പ്രൂഫ് എന്ന് ഓർക്കുക. അതിനിടയ്ക്ക് നമ്മളൊരു തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ടീസ് ക്യാരക്ടറൈസേഷൻ തിയറത്തിനകത്ത് ഒരു തിയറത്തിനകത്ത് വേറൊരു തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ തിയറത്തിന്റെ പ്രൂഫ് അത്രയും ആയാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് റിസൾട്ട് 1, റിസൾട്ട് 2 ഡെഫിനിഷൻസ് നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.